എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ജയദീപം ജയൻ ഫാൻസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മയുടെ വാർഷികമായിരുന്നു. 20-ാം തീയതി ആയിരുന്നു വാർഷികം. ഇന്നിപ്പോൾ 23-ാം തീയതിയാണ്. ഇന്നാണ് നമ്മുടെ ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ ജയൻ സ്മൃതി എന്നുള്ള പരിപാടിയിൽ ജയൻ സാറിൻ്റെ ജനന സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജയൻ സാറിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ഒരു വിസ്മയമായിരുന്നു. അതിനെക്കുറിച്ച് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വോയിസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതായത് കൊല്ലം തേവള്ളി ഓലയിൽ പൊന്നച്ചൻ വീടിന് സമീപമുള്ള പുല്ലമ്പള്ളി എന്ന് പറയുന്ന വാടക വീട്ടിൽ 1939 ജൂലൈ 25 1166 കർക്കിടകം 9 അർദ്ധരാത്രിയിൽ വിശാഖ നക്ഷത്രത്തിലാണ് ജയൻ സാറിൻ്റെ ജനനം. ഇതിലെ തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുമ്പുഴ താലൂക്കിൽ പ്രസിദ്ധമായ കിഴക്കതിൽ കുടുംബത്തിലെ സത്രം മാധവൻപിള്ളയുടെയും പടിഞ്ഞാറെ കൊല്ലത്ത് പഴവൂർ കുടുംബാംഗം ഭാരതി അമ്മയുമാണ് ജയൻ സാറിൻ്റെ മാതാപിതാക്കൾ. ഈ പുല്ലമ്പള്ളി വീട്ടിൽ ജയൻ സാർ ജനിച്ചുവെങ്കിലും അമ്മയ്ക്ക് തറവാട് വക ഭാഗം കിട്ടിയ ഓലയിൽ പൊന്നച്ചൻ വീട്ടിലാണ് ജയൻ സാർ വളർന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ജയൻ സാറിൻ്റെ പ്രതിമ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള ഇപ്പോൾ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ സ്ഥലമാണ് തറവാട് വക ഭാഗം കിട്ടിയിട്ടുള്ള പൊന്നച്ചൻ വീട്. അവിടെയാണ് ജയൻ സാറ് വളർന്നത്. ആ വളർന്ന വീട് ജയൻ സാറിൻ്റെ അച്ഛൻ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. ആ വീടിന് തേവള്ളി കൊട്ടാരവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. എന്താ കാരണം വെച്ചാൽ തേവള്ളി കൊട്ടാരം ഒരു 17ഓളം വീടുകൾ കൊട്ടാരത്തിൻ്റെ ആശ്രിതന്മാർക്ക് വേണ്ടി പണിതുണ്ടായിരുന്നു. അതിലൊരു വീടാണ് ഈ വീട്. പിന്നെ ജയൻ സാറിൻ്റെ പൂർവികരെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ ഗംഭീരന്മാരായിട്ടുള്ള മനുഷ്യരായിരുന്നു. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ സൈനിക സേവനം നടത്തിയിരുന്ന അവരായിരുന്നു ജയൻ സാറിൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ. പിന്നെ അതേപോലെ തന്നെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസിൻ്റെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പ്രമുഖരായ ചിലർ ജയൻ സാറിൻ്റെ അമ്മയുമായിട്ട് അടുത്ത രക്തബന്ധമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ തിരുവിതാംകൂർ കാർത്തിക തിരുനാൾ മഹാരാജാവ് ആണ് കൊട്ടാരത്തിലെ ചില പ്രധാന ചുമതലകളും കാര്യങ്ങളൊക്കെ ഈ ജയൻ സാറിൻ്റെ പൂർവികരെ ഏൽപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ കൃത്യനിഷ്ഠ പിന്നെ അതേപോലെ അവരുടെ ആ ഒരു ധീരത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ മഹാരാജാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവരൊക്കെ ടിപ്പു സുൽത്താനെതിരെയുള്ള യുദ്ധത്തിലൊക്കെ ജയൻ സാറിൻ്റെ പൂർവികർ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1808 വേലുത്തമ്പി ദളവ കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡൻസ് സാഹിബിനെ ആക്രമിച്ചപ്പോഴും പിന്നെ അതേപോലെ തന്നെ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചപ്പോഴും കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോൾ ആ സമയത്തൊക്കെ ജയൻ സാറിൻ്റെ പൂർവികന്മാരൊക്കെ ഈ രാജാവിനെയൊക്കെ സഹായിച്ചിരുന്നു. ഈ ഒരു സൈനിക പാരമ്പര്യം, ധീരത, ഇതൊക്കെയാണ് ജയൻ സാറിന് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ജയൻ സാറിൻ്റെ ജീവിതവും സിനിമാ ചരിത്രപരമായ വിശേഷങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പൂർവികന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഗുണങ്ങളൊക്കെയാണ് ജയൻ സാറിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ തിരുവിതാംകൂർ ദിവാന്മാരുടെ ദുർഭരണത്തിനെതിരെ ശബ്ദമുയർത്തിയ ധീരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ജയൻ സാറിൻ്റെ അച്ഛൻ സത്രം മാധവൻപിള്ള എന്ന് പറഞ്ഞ ആൾ. പിന്നെ എങ്ങനെയാ വെച്ചാൽ പിന്നെ വേറൊരു കാര്യം പറയണത് എന്താ വെച്ചാൽ ഈ ജയഭാരതി മാഡവും ജയൻ സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പലരും പലമാതിരി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിക്കും പറയുന്നത് എന്താ വെച്ചാൽ ഈ ജയഭാരതിയുടെ പേര് ശരിക്കും ലക്ഷ്മി ഭാരതി എന്നായിരുന്നു. അത് കൊല്ലം തേവള്ളി തുമ്പ് വടക്കേതിൽ ശിവശങ്കരൻ പിള്ള എന്ന് പറയുന്ന ജയൻ സാറിൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ മകനായിരുന്നു ഈ ശിവശങ്കരൻ പിള്ള. അദ്ദേഹം ഇന്ത്യയിൽ റെയിൽവേയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ ലക്ഷ്മി ഭാരതി എന്ന് പറയുന്ന ജയഭാരതി മാഡം. അപ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ 1936 അവസാനത്തോട് കൂടിയിട്ടാണ് ജയൻ സാറിൻ്റെ അച്ഛനമ്മമാരുടെ വിവാഹം നടന്നത്. പിന്നെ ഈ തേവള്ളി കൊട്ടാരത്തിൻ്റെ ഒരു സത്രം സൂക്ഷിപ്പുകാരനായിരുന്നു ജയൻ സാറിൻ്റെ അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് വളരെ ചെറിയ ഒരു പ്രതിഫലം മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് ജീവിതത്തിലൊക്കെ വലിയ ഒരു അലട്ടലും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു ദുരിതം അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അന്നത്തെ കാലത്ത് പറ്റാവുന്ന മാതിരി പല ഡോക്ടർമാർ, വൈദ്യന്മാർ, ക്ഷേത്ര ദർശനം പിന്നെ അങ്ങനെയുള്ള അന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവർ നടത്തി നോക്കി. പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ജയൻ സാറിൻ്റെ അച്ഛനും അമ്മയും വലിയ ശ്രീകൃഷ്ണ ഭക്തന്മാരായിരുന്നു അവർ.
അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം ഒരു ദിവസം ഈ കൊട്ടാരത്തിൽ ഈ തേവള്ളി കൊട്ടാരം കാര്യക്കാരനാണല്ലോ ഇദ്ദേഹം. അപ്പോൾ കൊട്ടാരത്തിൽ ഒരു സന്യാസി വന്നപ്പോൾ ഇദ്ദേഹം ജയൻ സാറിൻ്റെ ഫാദർ ഈ സത്രം മാധവൻപിള്ള എന്ന് പറഞ്ഞ ആൾ സന്യാസിയോട് തൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു. കാരണം വെച്ചാൽ അങ്ങനെ കുട്ടികളില്ല, വിവാഹം കഴിഞ്ഞിട്ട് കുറേ കാലമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ദൂരെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു അവിടെ പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് ഒരു ആലും ഒരു വേപ്പും നടുക, എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം എടുത്ത് ഇവർക്ക് ഈ സത്രം മാധവൻപിള്ള എന്ന് പറഞ്ഞ ജയൻ സാറിൻ്റെ ഫാദറിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത് പൂജാമുറിയിൽ കൊണ്ടുവച്ച് നന്നായി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. അതേപോലെ ഈ വേപ്പും അതേപോലെ ആലും നട്ട് പഞ്ചവാദ്യത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ആ ഒരു സംഭവം നടന്നതിനെ കുറിച്ചിട്ട് ഇന്നും ആ ഒരു ആൽമരം ആണ് കൊല്ലത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു പടുകൂട്ട ആൽമരം. കുറച്ച് കാലം മുമ്പ് വരെ ആൽമരം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ ജയൻ സാറിൻ്റെ ജനനത്തെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ഒരു 13 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജയൻ സാറ് ജനിക്കുന്നത്. 13 മാസങ്ങളും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു 13-14 മാസം ഈ ഒരു ആലും മറ്റുള്ള ഇതൊക്കെ മരമൊക്കെ നട്ട് അതേപോലെ അവിടെ ഒരു ഈ ശ്രീകൃഷ്ണ വിഗ്രഹം കൊടുത്ത് സ്വാമി പോയിട്ട് ശേഷം ഒരു 14-15 മാസത്തോട് അടുത്തിട്ടാണ് ജയൻ സാറ് ജനിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ജയൻ സാറിന് അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ കൃഷ്ണഭക്തരായ കാരണം കൃഷ്ണൻ എന്ന് പേരിട്ടു. കൃഷ്ണൻ എന്നുള്ളത് കൃഷ്ണൻ നായരായി, പിന്നെ നമ്മുടെയൊക്കെ ഇതിഹാസ താരം ജയൻ സാറായി. അപ്പോൾ ഈ ജയൻ സാറ് ജനിക്കുന്നതിൻ്റെ കാര്യം ഒരു കാര്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. കാരണം ജനിക്കുന്ന അന്ന് കാലത്ത് 4 മണിക്ക് തന്നെ ഈ ജയൻ സാറിൻ്റെ അമ്മയുള്ള ഭാരതി അമ്മയ്ക്ക് ഈ മറ്റേ പ്രസവ വേദന ആരംഭിച്ചു. അപ്പോൾ അന്നത്തെ ഒരു സൗകര്യത്തിന് അങ്ങനെ ഡോക്ടർമാരെയൊന്നും കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പേര് കേട്ടൊരു വൈറ്റാട്ടിയെ അന്ന് കൊണ്ടുവന്നു. അവർ വന്നിട്ട് ഇതൊക്കെ നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വളരെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇത് അവർക്ക് പറ്റില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നല്ലൊരു അപകടാവസ്ഥയിലാണ് അത് അമ്മയും കുഞ്ഞും ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ജയൻ സാറിൻ്റെ അച്ഛൻ വളരെ വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം തളർന്നിരുന്നു. അപ്പോൾ പിന്നെ ബന്ധുക്കളാണ് പോയിട്ടൊരു ഡോക്ടറെ വിളിച്ചു കൊണ്ടത്. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ എന്തായാലും ജീവനോടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കുട്ടിയുടെ കിടപ്പ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെയും അമ്മയും ഏതെങ്കിലും ഒരാളെ നമുക്ക് ജീവനോടുകൂടി രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് അമ്മയും കുഞ്ഞും വേണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മറ്റേ കൂടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ കിടപ്പൊക്കെ വളരെ ഇതാണ്, ഇപ്പോൾ അമ്മയെ രക്ഷിക്കണത് തന്നെ കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ണങ്ങളായി മുറിച്ച് പുറത്തേക്ക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അതിന് ഒരു കാരണവശാലും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ആൾ പിന്നെയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അമ്മയെ വേണം കുഞ്ഞു വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഡോക്ടർ അവിടെ നിന്ന് പോകാനുണ്ടായത്. അതിന് ശേഷം വീണ്ടും വൈറ്റാട്ടി നോക്കി അവർ വീണ്ടും വന്ന് പറഞ്ഞു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും 16 മണിക്കൂർ കഴിഞ്ഞിരുന്നു. കാലത്ത് 4 മണി തൊട്ട് ഏതാണ്ട് ഒരു 8:30 ഒക്കെ ആയി. അപ്പോൾ ഏതാണ്ട് ഒരു 16 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഇവരെ അടുത്തുള്ള ബന്ധുക്കൾ ആൾക്കാരൊക്കെ ചെന്ന് അവിടെ ഓലയിലൊരു ഡോക്ടറുണ്ട്, അവരെ പോയി മിസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്, ഒരു ലേഡി ഡോക്ടറാണ്. അപ്പോൾ അവർ വന്ന് രാത്രി ഒരു 11:30 കക്ഷിയായിട്ടുണ്ട്. അവർ എത്തി നോക്കിയപ്പോൾ അപ്പോൾ മാധവൻപിള്ളയോട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പരമാവധി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറിപ്പോയപ്പോൾ മാധവൻപിള്ള കാലത്തോട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു മനോവേദനയും കാര്യങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം അർദ്ധബോധാവസ്ഥയിലാണ് കിടന്നിരുന്നത്, ഈ മാധവൻപിള്ള എന്ന് പറഞ്ഞ ജയൻ സാറിൻ്റെ അച്ഛൻ. പിന്നെ അദ്ദേഹം ഞെട്ടി ഉണർന്നത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ മിസ്സി എന്ന് പറഞ്ഞ ഡോക്ടർ ഈ കുട്ടിയും കൊണ്ട് എന്നിട്ട് പറയണ ഒന്നും പേടിക്കണ്ട, ഇത് താങ്കളുടെ മകനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആൺകുട്ടിയാണ്, അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 17 മണിക്കൂർ കഴിഞ്ഞിട്ട് ജയൻ സാർ ജനിക്കുമ്പോൾ അപ്പോൾ ഇതാ നിങ്ങളുടെ ബേബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്ടർ മിസ്സി എന്ന് പറയുന്ന അവർ ജയൻ സാറിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. മിസ്സി ഇതാ നിങ്ങളുടെ ബേബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഏൽപ്പിക്കുന്നത് ജയൻ സാറിനെ. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ നിന്ന് തൊട്ട് ജയൻ സാറിന് ആ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. അതായത് ജയൻ സാറിൻ്റെ അടുത്ത ബന്ധുക്കൾ, പിന്നെ തേവള്ളിയിൽ ജയൻ സാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ, കൂട്ടുകാർ, പിന്നെ സിനിമയിലുള്ള ജയഭാരതി മാഡം അടക്കമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ജയൻ സാറിനെ ബേബി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കൃഷ്ണൻ നായർ, ബേബി, ജയൻ ഇങ്ങനെയുള്ള പേരുകളാണ് ജയൻ സാറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിഹാസമായിട്ടുള്ള ജയൻ സാറിൻ്റെ ജനനം എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു അത്ഭുതാവഹമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ, ഒരു വിസ്മയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജനനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ
ഈ ജയൻ സാറിൻ്റെ ഈ ജനനത്തെക്കുറിച്ച് കൂടുതൽ പേർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ജയൻ സാറിനെ കുറിച്ച് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പല പുസ്തകങ്ങളും ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ജയകുമാർ രാജാറാം സാറൊക്കെ പല സമയത്തായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഒരു ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റർ തയ്യാറാക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലെ നമ്മുടെ ബഹുമാനരായിട്ടുള്ള എല്ലാ ജയദീപം അംഗങ്ങളുടെയും അറിയിലേക്കായിട്ട് ഞാൻ ഈ ഒരു ജയൻ സ്മൃതി എന്ന പേരിൽ ഞാനിത് അവതരിപ്പിക്കുന്നത്. ഞാൻ ജയദീപം അഡ്മിൻ പാനലിൽ നിന്ന് സുധീർ കിരാലൂർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.